നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 44 നാമകരണവും ജാതകഫല കഥനവും. വൃത്തം ഗീതി. ശ്ലോകം 1. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഘോരാതത്വോ ഗർഗമുനികേ ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഒരിക്കൽ കൂടി. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഘോരാതത്വോ ഗർഗമുനികേ ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഗൂഢം വസുദേവഗിരാ കർത്തും. വസുദേവരുടെ വാക്ക് അനുസരിച്ച് ഗൂഢമായി ചെയ്യാൻ. തേ നിഷ്ക്രിയസ്യ, നിഷ്ക്രിയനായ അങ്ങയ്ക്ക്, ഭഗവാന്, എല്ലാ കർമ്മങ്ങൾക്കും അതീതനായ ഭഗവാന്, സംസ്കാരാൻ, സംസ്കാര കർമ്മങ്ങൾ, ഹൃദ്ഗത ഹോരാതത്വ, ഹോരാതത്വം മനഃപ്പാടമായ, ഹോരാതത്വം ഹൃദിസ്ഥമാക്കിയ, ഗർഗമുനി സ്ത്വദ്ഗ്രഹം, ഗർഗമുനി അങ്ങയുടെ ഗ്രഹത്തിൽ, വിഭോ ഗതവാൻ, ഹേ വിഭുവായ ശ്രീകൃഷ്ണ, യദുകുലാചാര്യൻ ആഗതനായി. ശ്ലോകാർത്ഥം. ഹോരാതത്വം ഹൃദിസ്ഥമായ ഗർഗമുനി വസുദേവന്റെ വാക്കനുസരിച്ച് അങ്ങ് നിഷ്ക്രിയനാണെങ്കിലും ഹേ ശ്രീ ഗുരുവായൂരപ്പ, അവിടുത്തേക്ക് സംസ്കാര കർമ്മങ്ങൾ ചെയ്യാനായി അങ്ങയുടെ ഗ്രഹത്തിൽ രഹസ്യമായി വന്നെത്തി. ഭഗവാന്റെ ശാസനകളാണ് വേദങ്ങൾ. അത് ആർക്കും ലംഘിച്ചുകൂടാ. ഉണ്ണിക്കണ്ണൻ സാക്ഷാൽ ഭഗവതാവതാരമാണെങ്കിലും സംസ്കാര വിധികൾ ലോക സങ്കട സന്ധാരണത്തിനായി അനുസരിക്കേണ്ടതുണ്ട്. ഉണ്ണിക്കണ്ണനും ബലരാമനും യദുകുല ജാതരാണല്ലോ. അതിനാൽ വസുദേവരുടെ ആഗ്രഹപ്രകാരമാണ് ഗർഗമുനി നാമകരണ സംസ്കാരത്തിന് അവിടെ നന്ദഗോപഗ്രഹത്തിൽ രഹസ്യമായി വന്നെത്തുന്നത്. നന്ദഗോപർക്ക് പുത്രന്റെ സംസ്കാരാദികൾ ആഘോഷമായി തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കംസദൂതന്മാരെ ഭയന്ന് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഹോരാശാസ്ത്രം മുഴുവൻ ഹൃദിസ്ഥമാക്കിയ ഗർഗമുനി അവിടെ വന്നെത്തുന്നത്. ഗർഗമുനി ദീർഘമായ തപസ്സുകൊണ്ട് ജ്യോതിശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം നേടി പൃഥുചക്രവർത്തിയുടെ സദസ്സിലെ ജ്യോതിശാസ്ത്ര വിശാരദ സ്ഥാനം നേടിയിരുന്നു. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അമ്പാടിയിലെ ഈ ഉണ്ണിക്കണ്ണൻ എന്ന് തന്റെ ജ്ഞാനചക്ഷുസുകളിൽ നിന്നറിഞ്ഞു തന്നെയാണ് ഗർഗമുനിയുടെ ആഗമനം. ഭഗവാൻ നിഷ്ക്രിയനാണ്. എന്നാലും ഭഗവാന് സംസ്കാരാദികൾ ഒന്നും ആവശ്യമില്ല എങ്കിലും ലോകഗതി അനുസരിക്കുകയാണ്. സംസ്കാരങ്ങൾ 16 എണ്ണമാണ്. അതുകൊണ്ട് അവയെ ഷോഡശ സംസ്കാരം എന്നു പറയുന്നു. ഗർഭാധാനം, പൂംസവനം, സീമന്തം, ജാതകർമ്മം, നാമക്രിയ, ഉപനിഷ്ക്രമണം, അന്നപ്രാശനം, ചൂഡാകരണം, കർണവേദം, ഉപനയനം, വേദാധ്യയനം, കേശാന്തം, സ്നാനം, വിവാഹം, വൈവാഹിക അഗ്നിചയനം, അനാഗ്നിചയനം എന്നിവയാണ് ഷോഡശ സംസ്കാരങ്ങൾ. ശ്ലോകം 2. നന്ദോദനന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വത്സംസ്കാരാൻ വിദാതുമുത്സുകദീഹി. ഒരിക്കൽ കൂടി. നന്ദോധനന്ദിതാത്മാ
വൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വത്സംസ്കാരാൻ വിധാതുമുത്സുകദീഃ. നന്ദോ അധ നന്ദിതാത്മാ, പിന്നെ സന്തുഷ്ടാത്മാവായ നന്ദഗോപൻ. വൃന്ദിഷ്ടം മാനയൻ അമും യമീനാം, യമീനാം എന്ന് പറഞ്ഞാൽ യോഗികളിൽ, അമൂം ഇദ്ദേഹത്തെ, വൃന്ദിഷ്ടം ശ്രേഷ്ഠനായ, മാനയൻ മാനിക്കുന്നവനായി, ബഹുമാനിക്കുന്നവനായി, യോഗികളിൽ ശ്രേഷ്ഠനായ ഇദ്ദേഹത്തെ ബഹുമാനിക്കുന്നവനായി. മന്ദസ്മിത ആർദ്രം, മന്ദസ്മിതം കൊണ്ട് അർദ്ധനായി, ഊചേ പറഞ്ഞു. ത്വത്സംസ്കാരാൻ അങ്ങയുടെ സംസ്കാരങ്ങളെ, വിധാതും ഉത്സുഖധി ചെയ്യാനായി, ഉത്സാഹബുദ്ധിയുള്ളവനായി. ഇനി ശ്ലോകാർത്ഥം. പിന്നെ സന്തുഷ്ടാത്മാവായ നന്ദൻ, യോഗികളിൽ വെച്ച് ശ്രേഷ്ഠനും മന്ദസ്മിതം കൊണ്ട് ആർദ്ധനുമായ ഗർഗമുനിയെ ബഹുമാനിച്ച് ഉത്സുകമായ ബുദ്ധിയുള്ളവനായി ഉണ്ണിക്കണ്ണനു വേണ്ടി സംസ്കാര കർമ്മങ്ങൾ ചെയ്യുവാൻ അപേക്ഷിച്ചു. ശ്ലോകം 3. യദുവംശാചാര്യത്വാദ സുനിഭൃതമിതമാര്യകാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളഗഃ ചക്രേ തപസാഗ്രജസ്യ നാമാനി. ഒരിക്കൽ കൂടി. യദുവംശാചാര്യത്വാദ സുനിഭൃതമിതമാര്യകാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളഗഃ ചക്രേ തപസാഗ്രജസ്യ നാമാനി. യദുവംശാചാര്യത്വാദ്, യദുവംശത്തിന്റെ ആചാര്യ പദവി ഉള്ളതിനാൽ, സുനിഭൃതം വളരെ രഹസ്യമായി, ഇതം ഇത് ഈ സംസ്കാരം, ആര്യ ഹേ മഹാത്മൻ, കാര്യമിതി കഥയൻ ചെയ്യപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ്, ഗർഗോ നിർഗതപുളഗഃ ഗർഗമുനി രോമാഞ്ചമണിഞ്ഞു, ചക്രേ തവ സാ അഗ്രസ്യ നാമാനി ജ്യേഷ്ഠനോടുകൂടി അങ്ങയുടെ നാമകർമ്മം നിർവഹിച്ചു. ശ്ലോകാർത്ഥം. യദുവംശത്തിന്റെ ആചാര്യത്വം എനിക്കുള്ളതുകൊണ്ട് ഈ സംസ്കാരകർമ്മം ഹേ മഹാത്മൻ വളരെ രഹസ്യമായി ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗർഗമുനി രോമാഞ്ച പുളകിതനായി ജ്യേഷ്ഠനോടുകൂടിയ അവിടത്തേക്ക് ആ ഉണ്ണിക്കണ്ണന് നാമകരണം ചെയ്തു. ശ്രീകൃഷ്ണനും ബലരാമനും വസുദേവ പുത്രന്മാരാണല്ലോ. അതിനാൽ അവർ യദുവംശജരാണ്. അവരുടെ സംസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് കുലാചാര്യനായ ഗർഗമുനി തന്നെയാണ്. എന്നാൽ യാദവ കുലാചാര്യന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സംസ്കാരകർമ്മം കംസന്റെ ശ്രദ്ധയിൽപ്പെട്ട് അനർത്ഥങ്ങൾ വരാതിരിക്കാനാണ് ഗർഗമുനി അമ്പാടിയിൽ വെച്ച് ഈ നാമകരണക്രിയ രഹസ്യമായി ചെയ്യുന്നത്. ഗർഗമുനി ഭഗവാന്റെ പ്രചോദനത്താൽ പുളകിതനും നന്ദാദി ഗോപന്മാരാകെ ആനന്ദ പരവശരുമാണ്. ശ്ലോകം 4. കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹ്യനന്തനാമ്നോ വാ ഇതി നൂനം ഗർഗമുനിഃ ചക്രേ തവ നാമ നാമരകസി വിഭോ. ഒരിക്കൽ കൂടി. കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹ്യനന്തനാമ്നോ വാ ഇതി നൂനം ഗർഗമുനിഃ ചക്രേ തവ നാമ നാമരകസി വിഭോ. കഥം അസ്യ നാമ കുർവേ, ഇവന് എങ്ങനെയാണ് നാമകരണം ചെയ്യുക? സഹസ്രനാമ്നോ ഹി അനന്തനാമ്നോ വ, സഹസ്ര നാമമുള്ളവനോ അനന്തനാമമുള്ളവനോ ആയ ഇതി നൂനം
എന്ന് തീർച്ചയാക്കിയിട്ടായിരിക്കണം ഗർഗമുനി ചക്രേ തവ നാമഃ. അങ്ങയുടെ നാമകരണം ഗർഗമുനി ചെയ്തു. നാമ രഹസ്യ വിഭോ, ഹേ വിഭുവായ ശ്രീ ഗുരുവായൂരപ്പ, നാമകരണം രഹസ്യമായി ചെയ്തു. ശ്ലോകാർത്ഥം. ഹേ വിഭുവായ ശ്രീ ഗുരുവായൂരപ്പ, സഹസ്രനാമങ്ങളോ മറ്റു എണ്ണമറ്റ മറ്റു നാമങ്ങളോ ഉള്ളവനായ ഇവന്, ഈ ഉണ്ണിക്കണ്ണന് എങ്ങനെയാണ് പേരിടേണ്ടതെന്ന് സംശയിച്ചു തന്നെയാകണം ആ ഗർഗമുനി അങ്ങയുടെ നാമകരണം രഹസ്യമായി നിർവഹിച്ചത്. ത്രികാലജ്ഞാനിയായ ഗർഗമഹർഷിക്ക് യശോദാപുത്രൻ മഹാവിഷ്ണുവും രോഹിണീപുത്രൻ അനന്തന്റെ അവതാരവുമാണെന്നറിയാം. അതിനാൽ ആയിരിക്കണം ഈ രണ്ടു ബാലന്മാരും സഹസ്രനാമരും അനന്തനാമരും ആണെന്ന് നേരത്തെ തന്നെ ഗർഗമഹർഷി പറഞ്ഞത്. ശ്ലോകം 5. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മകാം കിലാഭിലഭത് ജഗദഘകർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമദീവ്യതനോദ്. ഒരിക്കൽ കൂടി. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മകാം കിലാഭിലഭത് ജഗദഘകർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമദീവ്യതനോദ്. കൃഷി ധാതു, കൃഷ് എന്ന ധാതു കൊണ്ടും, നകാരാഭ്യാം നകാരം കൊണ്ടും, സത്താനന്ദാത്മകാം സത്തമായ ആനന്ദദായകമായതിനെ കില അഭിലഭത് അഭിലപനം ചെയ്യുന്നതെന്ന് പ്രസിദ്ധമായ, ബോധിപ്പിക്കുന്നതെന്ന് പ്രസിദ്ധമായ, വ്യക്തമാക്കുന്ന ജഗത് അകകർഷിത്വം ജഗത്തിലെ അഘത്തെ പാപത്തെ നശിപ്പിക്കുന്നത്, വാ കഥയത് ഋഷി കഥനം ചെയ്യുന്നതോ ആയ ഋഷി, കൃഷ്ണനാമ തേ വദനോത് അങ്ങേക്ക് ഉണ്ണിക്കണ്ണ കൃഷ്ണൻ എന്ന നാമം നൽകി. ശ്ലോകാർത്ഥം. കൃഷ് എന്ന ധാതു കൊണ്ടും നകാരം കൊണ്ടും സത്താനന്ദാത്മകതയെ ബോധിപ്പിക്കുന്നതെന്ന് പ്രസിദ്ധമായതോ, ജഗത്തിന്റെ പാപങ്ങളെ നശിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതോ ആയ കൃഷ്ണ എന്ന നാമത്തെ ഗർഗമുനി ഉണ്ണികൃഷ്ണന് നൽകി. ശ്ലോകം 6. അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവനഗ്രജേചരാമാദീൻ അതിമാനുഷാനുഭാവം ന്യഗതത്വാമപ്രകാശയൻ പിത്രേ. ഒരിക്കൽ കൂടി. അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവന്നഗ്രജേചരാമാദീൻ അതിമാനുഷാനുഭാവം ന്യഗതത്വാമപ്രകാശയൻ പിത്രേ. അന്യാംശ്ച നാമഭേദാൻ മറ്റു നാമഭേദങ്ങളെയും വ്യാകുർവൻ അഗ്രജേ അഗ്രജനിൽ ജ്യേഷ്ഠനിൽ വ്യാകരിക്കുന്നവനായി പദം തിരിച്ച് വർണ്ണിക്കുന്നവനായി ച രാമാധീൻ രാമൻ തുടങ്ങിയവയും അതിമാനുഷ അനുഭാവം ത്വം അതിമാനുഷാനുഭവനായ അങ്ങയെ നെഗതത് പറഞ്ഞു അങ്ങയെക്കുറിച്ച് പറഞ്ഞു. അപ്രകാശയൻ പിത്രേ വെളിപ്പെടുത്താതെ പിതാവിനോട് പറഞ്ഞു, വ്യംഗ്യമായി പറഞ്ഞു. ശ്ലോകാർത്ഥം. മറ്റു നാമഭേദങ്ങളെയും രോഹിണീപുത്രനായ ജ്യേഷ്ഠനിൽ രാമൻ തുടങ്ങിയ നാമങ്ങളെയും പദം തിരിച്ചു വർണ്ണിക്കുന്നവനായി
ആ ഗർഹമഹർഷി അതിമാനുഷാനുഭാവിയായ അങ്ങയെ, ആ കൃഷ്ണനെ വെളിപ്പെടുത്താതെ പിതാവായ നന്ദഗോപരോട് പറഞ്ഞു. ശ്ലോകം 7. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സ നമായികൈ പുനഃശോകൈഃ ദ്രുഹ്യതി യസ്സതു നശ്യേത് ഇത്യവദത്തേ മഹത്വം ഋഷിവര്യഃ. ഒരിക്കൽ കൂടി. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സ നമായികൈ പുനഃശോകൈഃ ദ്രുഹ്യതി യസ്സതു നശ്യേത് ഇത്യവദത്തേ മഹത്വം ഋഷിവര്യഃ. സ്നിഹ്യതി തവ പുത്രേ, ഏതൊരുവൻ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നുവോ, മുഹ്യതി സന മായികൈ പുനഃ ശോകൈ, അവൻ പിന്നെ മായാജന്യങ്ങളായ ശോകങ്ങളാൽ വ്യാമോഹിക്കപ്പെടുന്നില്ല. ദ്രുഹ്യതി യ സതു നശ്യേത്, ഏതൊരുവൻ അങ്ങയെ ദ്രോഹിക്കുന്നുവോ അവനാകട്ടെ നശിക്കുക തന്നെ ചെയ്യും. ഇതി അവദത്തേ മഹത്വം ഋഷിവര്യഃ, ഇങ്ങനെ അങ്ങയുടെ മഹത്വം ആ ഋഷിവര്യൻ പറഞ്ഞു. ഇനി ശ്ലോകാർത്ഥം. ഏതൊരുവൻ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നുവോ അവൻ പിന്നെ മായാജന്യങ്ങളായ ശോകങ്ങളാൽ വ്യാമോഹിക്കപ്പെടുകയില്ല. ഏതൊരുവൻ ഈ പുത്രനെ ദ്രോഹിക്കുന്നുവോ അവൻ നശിച്ചു പോകുക തന്നെ ചെയ്യും എന്നിങ്ങനെ അങ്ങയുടെ മഹത്വത്തെപ്പറ്റി ആ ഋഷിവര്യൻ പറഞ്ഞു. ശ്ലോകം 8. ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതിം ഹൃഷിരൂചേ. ഒരിക്കൽ കൂടി. ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതിം ഹൃഷിരൂചേ. ജേഷ്യതി ബഹുതര ദൈത്യാൻ, വളരെ ദൈത്യന്മാരെ ഇവൻ ജയിക്കും. നേഷ്യതി നിജ ബന്ധുലോകം അമലപഥം, തൻ്റെ ബന്ധുലോകത്തെ അമലപഥത്തിലേക്ക് നയിക്കും. ശോഷ്യസി സുവിമല കീർത്തിർ അസ്യ ഇതി, ഇവന്റെ അത്യധികം വിമല കീർത്തികളെ ശ്രവിക്കും എന്നിങ്ങനെ ഭവത് വിഭൂതിം ഋഷി ഊചേ, ഭഗവത് വിഭൂതികളെ കുറിച്ച് ഋഷി പറഞ്ഞു. ശ്ലോകാർത്ഥം. ഇവൻ വളരെ ദൈത്യന്മാരെ ജയിക്കും, തൻ്റെ ബന്ധുലോകത്തെ അമലപഥത്തിലേക്ക് നയിക്കും. നിങ്ങൾ ഇവന്റെ സുവിമലങ്ങളായ കീർത്തികളെ ശ്രവിക്കും എന്നിങ്ങനെ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഗർഗമുനി പറഞ്ഞു. ശ്ലോകം 9. അമുനൈവ സർവദുർഗം തരിദാസ്തകൃതാസ്തമത്രതിഷ്ഠധ്വം ഹരിരേവേത്യനഭിലപൻ ഇത്യാദിത്വാമവർണ്ണയത് സമുനിഃ. ഒരിക്കൽ കൂടി. അമുനൈവ സർവദുർഗം തരിദാസ്തകൃതാസ്തമത്രതിഷ്ഠധ്വം ഹരിരേവേത്യനഭിലപൻ ഇത്യാദി ത്വാമവർണ്ണയത് സമുനിഃ. അമുന പ്ലസ് ഏവ, അമുനൈവ, ഇവനെ കൊണ്ട് തന്നെ സർവ ദുർഗം തരിദാസ്ഥ, സർവ ദുഃഖങ്ങളെയും തരണം ചെയ്യും. കൃതാസ്ഥം അത്ര തിഷ്ഠധ്വം,
ഇവനിൽ ആദരവോടുകൂടിയിരിക്കുക. ഹരിർ ഏവ ഇതി, ഹരി തന്നെയാണ് എന്ന്, ശ്രീ മഹാവിഷ്ണു തന്നെയാണ് എന്ന്, അനഭിലഭൻ വ്യക്തമായി പറയാതെ, ഇത്യാദി എന്നിങ്ങനെ ത്വാം അവർണയത് സ മുനി, ആ മുനി അങ്ങയെ വർണ്ണിച്ചു. ശ്ലോകാർത്ഥം: നിങ്ങൾ ഇവനെക്കൊണ്ട് സർവദുഃഖങ്ങളെയും തരണം ചെയ്യും. ഈ ഉണ്ണിയിൽ ആദരവോടെ ഇരുന്നു കൊള്ളുവിൻ. ഇങ്ങനെയെല്ലാം അവിടുന്ന് സാക്ഷാൽ ശ്രീഹരി തന്നെയാണെന്ന്, മഹാവിഷ്ണു തന്നെയാണെന്ന് വ്യക്തമായി പറയാതെ ആ ഗർഗമുനി അങ്ങയെപ്പറ്റി വർണ്ണിച്ചു. ശ്ലോകം 10. ഗർഗേധ നിർഗതേസ്മിൻ നന്ദിതനന്ദാദിനന്ദ്യമാനസ്തം മദ്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. ഒരിക്കൽ കൂടി. ഗർഗേധ നിർഗതേസ്മിൻ നന്ദിതനന്ദാദിനന്ദ്യമാനസ്തം മദ്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗർഗേ അധ നിർഗതേ അസ്മിൻ. പിന്നെ ഈ ഗർഗമുനി നിർഗതനായപ്പോൾ, യാത്രയായപ്പോൾ, നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം, സന്തോഷിതരായ നന്ദാദികളാൽ അഭിനന്ദിക്കപ്പെട്ട അവിടുന്ന്, മദ്ഗതം എന്റെ രോഗത്തെ, ഉദ്ഗതകരുണോ ഉള്ളിൽ നിറഞ്ഞ കരുണയോടെ, നിർഗമയ മാറ്റിത്തരേണമേ ശ്രീ മരുത്പുരാധീശ, അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ. ശ്ലോകാർത്ഥം: പിന്നെ ഈ ഗർഗമുനി പോയിക്കഴിഞ്ഞ് നന്ദൻ തുടങ്ങിയവരാൽ സന്തോഷത്തോടെ അഭിനന്ദിച്ച് ഓമനിക്കപ്പെടുന്ന ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് ഉള്ളിൽ നിറഞ്ഞ കരുണയോടെ എന്റെ രോഗത്തെ മാറ്റിത്തരേണമേ. ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ വാസുദേവ ശരണം.